ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാൾ കൂടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതൊരു റെസിപ്പി വീഡിയോ. നമ്മുടെ ഇഫ്താറിനും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്ററും ഒക്കെ വരും ആയതുകൊണ്ട് അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ശംഖുപുഷ്പവും കരിക്കും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണേ. ഞാൻ 2 കരിക്കാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ആ 2 കരിക്കും ആദ്യം നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ കരിക്കും വെള്ളവും കരിക്കിൻ്റെ കാമ്പും നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ കരിക്ക് ഞാൻ ചെത്തി പുറത്തുനിന്ന് വാങ്ങിച്ച കരിക്കാണ്. അപ്പം ഞാനൊന്ന് പൊട്ടിച്ച് അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുത്ത് നമുക്ക് വയ്ക്കാം. അതുപോലെ തന്നെ ശംഖുപുഷ്പം ഞാനിങ്ങനെ ഉണക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫ്രഷ് പൂവായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അതാണ് അവിടെ സൈഡിലിരിക്കുന്നത് കേട്ടോ. ഉണക്കി ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അത് കേടുവരാതിരിക്കും. നമുക്കതുപോലെ തന്നെ കരിക്കിൻ്റെ ആ കാമ്പും മാറ്റി വയ്ക്കാം. ഇത്രൂടെ കട്ടിയുള്ള കാമ്പാണെങ്കിൽ നല്ല ജ്യൂസ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്ക് നല്ല ജ്യൂസ് കിട്ടും. ഇതെനിക്ക് നല്ല ഇളം കരിക്കാണ് കിട്ടിയത്. അതുകൊണ്ട് കാമ്പ് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് ഞാൻ മിൽക്കൂടെ നമ്മുടെ നോർമൽ പശുവും പാലൂടെ ചേർത്താണ് ഞാൻ നന്നായിട്ട് അടിക്കുന്നത് കേട്ടോ. നല്ല കാമ്പുള്ളതാണെങ്കിൽ പശുമ്പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ കരിക്കിൻ്റെ തന്നെ നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടും. അപ്പം ഞാൻ ആ കരിക്കും വെള്ളം നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ ഒരു തിക്നിങ് ഏജൻ്റായിട്ടുള്ള അഗാറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ചൈന ഗ്രാസ് എന്നും പറയും. ഇത് വെജിറ്റേറിയൻ ഓപ്ഷനാണ്. അതുകൊണ്ട് ജലാറ്റിൻ പോലെ അനിമൽ കണ്ടൻ്റ് ഒന്നുമില്ല. ജലാറ്റിൻ യൂസ് ചെയ്താലും പറ്റും. പക്ഷേ ഞാൻ ഇത്തിരി അതൊരു വെജിറ്റേറിയൻ ഓപ്ഷനായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചൈന ഗ്രാസ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എനിക്കെപ്പോഴും അതിടുന്നതാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് ഒരു 5 ഗ്രാം ഒക്കെ ഉള്ളൂ. അത് ഭയങ്കര തിന്നാണത്. അതിൻ്റെ അകത്തേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇടുന്നുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള രീതിക്ക് കേട്ടോ. ഇത് നമ്മുടെ ശംഖുപുഷ്പം ഉണങ്ങിയത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. കുറച്ചുകൂടെ അതൊന്ന് നല്ല കളറൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് ക്രഷ് ചെയ്തെടുത്ത പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല കളറ് കിട്ടും കേട്ടോ. നമുക്കൊന്ന് തിളപ്പിച്ച് നോക്കാം. തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു കളറിൽ വരും. നല്ല രീതിയിൽ നല്ലൊരു വയലറ്റ് കളർ, നല്ല തിക്കായിട്ടുള്ള വയലറ്റ് കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ച് ഞാനിപ്പോൾ നേരെ ഒരു പ്ലെയിൻ പാത്രത്തിൽ, സ്റ്റീൽ പാത്രത്തിലോട്ടാണ് എടുക്കുന്നത്. കാരണം ഇത് നമ്മളിങ്ങനെ ജെല്ലി പോലെ കട്ട് ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ തിന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരന്ന ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ചത്. അപ്പം നമുക്ക് നല്ല തിന്നായിട്ടുള്ള നല്ല കട്ടി കുറവിൽ നല്ല കടിക്കുമ്പോൾ നല്ല രസമാണ്. ജെല്ലി ടൈപ്പിൽ നമുക്ക് കിട്ടും. ആ ഒരു കോക്കനട്ടിൻ്റെ ഫ്ലേവറിൽ വയലറ്റ് കളറിൽ. അതിൽ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ച് വിടുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അല്ലെങ്കിൽ ജെല്ലി ആയി കഴിയുമ്പോൾ ആ ബബിൾസ് ഇങ്ങനെ നിൽക്കും, അതൊരു അഭംഗിയായിട്ട് വരും. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അപ്പോഴത്തേക്ക് നമ്മുടെ കാമ്പ് തിന്നായിട്ടുള്ള കാമ്പായതുകൊണ്ട് അതിലൊത്തിരി ഇങ്ങനെ ഈ തേങ്ങയുടെ ഇത് പിടിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. നന്നായിട്ട് പൾപ്പ് പോലെ എടുക്കണം. അപ്പോൾ നല്ല കാമ്പുള്ളതാണ് എപ്പോഴും നല്ലത് കേട്ടോ. പ്രിഫർ ചെയ്യുന്ന അതാണ്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത്രയും ഞാൻ കളഞ്ഞിട്ട് അതിലോട്ട് പാലൊഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇടുന്നത്. ആദ്യം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അതൊന്ന് ആദ്യം ഒന്ന് മിക്സായിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇത്തിരി പാലൊക്കെ ഒഴിക്കാമല്ലോ എന്ന് ഓർത്തു. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ അതിലോട്ടിട്ടിട്ട് 2 ഏലക്ക ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ കുരു മാത്രം, അതൊരു ഫ്ലേവറിനാണ്. ഏലക്കയും കരിക്കും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് അത് രണ്ടും കൂടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഇടാം. പക്ഷേ എനിക്ക് വാനില എസൻസ് അത്ര ഇഷ്ടമല്ല. എനിക്ക് അതിനെക്കാട്ടിലും ഞാൻ എപ്പോഴും കരിക്കിൻ്റെ കൂട്ടത്തിൽ ഏലക്കയാണ് എനിക്കിഷ്ടം. ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് മിക്സിയിൽ അടിച്ച് കഴിയുമ്പം വേണമെങ്കിൽ അരിക്കാം. പക്ഷെ ഞാനിവിടെ അരിക്കുന്നൊന്നുമില്ല. കാരണം അത് നന്നായിട്ട് പൊടിഞ്ഞു. ആ കറുത്ത കളറിൽ കാണുന്ന ഏലക്കയുടെയാണ്, പക്ഷെ അത് നന്നായിട്ട് പൊടിഞ്ഞു. നമുക്കതൊരു വലിയൊരു പ്രശ്നമൊന്നും വരില്ല കഴിക്കുമ്പോഴത്തേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. പിന്നെ ഞാൻ 2 സോസ് പാനിലായിട്ട് കുറച്ച് പാല്, ഒരു 1/2 കപ്പ് പാല് വീതം വെച്ചിട്ട് അതിലോട്ട് അഗാർ നമ്മുടെ ചൈന ഗ്രാസും ഒരെണ്ണത്തിൽ കുറച്ച് ശംഖുപുഷ്പം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുന്നുണ്ട്. അഗാർ വെള്ളത്തിലാണ് നന്നായിട്ട് മെൽറ്റ് ആവുന്നത് കേട്ടോ. പക്ഷെ ഞാൻ
ഒട്ടും വെള്ളത്തിൻ്റെ ഒരു അംശം അതിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡയറക്റ്റ്ലി പാലിലോട്ടിട്ടത്. അപ്പോൾ പാലിലാകുമ്പോൾ അത് മെൽറ്റ് ആവാൻ കുറച്ച് താമസം വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളത് ഓർത്ത് ബുദ്ധിമുട്ടുണ്ട്, തിക്കാകും, നമ്മുടെ പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസിയിൽ അത് വരും. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനത് രണ്ടും നന്നായിട്ട് ബോയിൽ ചെയ്തു മാറ്റി വെച്ചു. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ കരിക്കിൻ്റെ ഇത് 2 പാത്രത്തിലായിട്ട് സെപ്പറേറ്റ് ചെയ്തു കേട്ടോ. അപ്പം നമ്മുടെ ജെല്ലിയും റെഡി ആയിട്ടുണ്ട് കരിക്കിൻ്റെ. അത് ഞാനൊന്ന് നല്ല കുഞ്ഞു കുഞ്ഞു ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്കിങ്ങനെ ആ പുഡിങ്ങിൽ ഇട്ട് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും ആ പുഡിങ് കഴിക്കുമ്പോഴത്തേക്ക്. പിന്നെ നമുക്ക് കുറച്ച് മാറ്റി വെച്ചാൽ നമുക്ക് ഡെക്കറേഷനും ഒക്കെ ആയിട്ട് അത് യൂസ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ അത് കിട്ടും. നല്ല രസമാണ്, നല്ല ജെല്ലി മിഠായിയൊക്കെ പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ മാറ്റി വെച്ച 2 എണ്ണത്തിൽ ഒരെണ്ണത്തിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന ചൈന ഗ്രാസ് ഇട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലൊഴിച്ച് അരിച്ചു കൊടുക്കണം. കാരണം ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആവില്ല പാലിലായതുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എന്നാലും നമുക്ക് തിക്കാവും കേട്ടോ, നിങ്ങളത് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട. അത് ഞാൻ മാക്സിമം അരിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് ചൈന ഗ്രാസ് ഇട്ടതുകൊണ്ട് നേരെ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അരിക്കേണ്ട കാര്യമില്ല കേട്ടോ, നന്നായിട്ട് മെൽറ്റാവും വെള്ളത്തിലാണെങ്കിൽ. പക്ഷേ വെള്ളം ചവയ്ക്കും, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അത് പാലിൽ തന്നെ ഇട്ടത്. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ജെല്ലീസ് ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച്. അതാകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ പുഡിങ്ങിൽ ഈ ജെല്ലി ഇങ്ങനെ കിടക്കുന്നത് കടിക്കാൻ കിട്ടും. ഞാൻ ഒരു 1/2 പോർഷൻ അതിലിട്ടു. ഹാഫിലും കുറച്ച് കുറവാണ് ഇട്ടത്. അതിലോട്ടിട്ടു. അടുത്ത ആ ഒരു പൾപ്പിലോട്ട് നമ്മൾ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച പാലൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു മിക്സ് വയലറ്റ് കളറിലും മറ്റേ മിക്സ് വൈറ്റ് കളറിലുമാണ്. അപ്പോൾ ഈ രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷൻ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് മാത്രമായിട്ടോ അല്ലെ വയലറ്റ് മാത്രമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിതിപ്പം ജസ്റ്റ് എൻ്റെ ഒരു ഇഷ്ടത്തിനുള്ളൊരു കോമ്പിനേഷൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം ആദ്യം നമുക്കിത് ഭയങ്കര ലിക്വിഡ് ഫോമിലായിരിക്കും തോന്നുന്നത്. പക്ഷേ അതിൽ തിക്നിങ് ഏജൻറ്റ് ഉള്ളത് കൊണ്ട് അത് പയ്യെ തിക്കാവും കേട്ടോ, നല്ല കട്ടിക്ക് വരും. ഇതിലോട്ടും ഞാൻ ജെല്ലി ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ടും ആ ജെല്ലി ഇട്ട് കഴിഞ്ഞ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ജെല്ലി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഡെക്കറേഷൻ എന്നുള്ളൊരു പർപ്പസിൽ ഞാൻ മാറ്റി വെച്ചതാണ്. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഇതിലോട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് രണ്ടും മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ അസംബ്ലി ചെയ്യാൻ തുടങ്ങാം. ഞാൻ 2 ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, ബൗൾ വേണമെങ്കിലും എടുക്കാം. ഒരെണ്ണത്തിലോട്ട് ഞാൻ വൈറ്റ് ബേസും ഒഴിച്ചു, ഒരെണ്ണത്തിലോട്ട് നമ്മുടെ വയലറ്റ് കളറിലെ ആ ബേസും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് സെറ്റാകാൻ വെച്ചു. സെറ്റായതിൻ്റെ മുകളിലോട്ട് ഓപ്പോസിറ്റായിട്ട് വൈറ്റിൻ്റെ മുകളിലോട്ട് വയലറ്റിൻ്റെ മുകളിലോട്ട് വൈറ്റ് ഒഴിച്ച് അങ്ങനെ ഞാനൊരു 3 ലെയേഴ്സ് അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 5 മിനിറ്റ് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് സെറ്റാവുകയും ചെയ്യും. 5 മിനിറ്റ് കൂടുതൽ നമ്മൾ വെക്കേണ്ട കാര്യവും ഇല്ല കേട്ടോ. അത് നന്നായിട്ട് സെറ്റാവുന്നുണ്ട്. പയ്യെ ആ ഒരു ഇത് ക്രീമി കൺസിസ്റ്റൻസിയിലോട്ടും വരുന്നുണ്ട്. ആദ്യം ലിക്വിഡ് ആയിട്ടിരുന്നത് പയ്യെ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലും വന്നു. അപ്പം നമ്മളതോർത്ത് പേടിക്കുകയും വേണ്ട. ആദ്യം നമുക്ക് ഭയങ്കര ഒരു ലിക്വിഡായിട്ട് തോന്നും കേട്ടോ. അത് നമ്മളിങ്ങനെ ഈ ലെയർ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാക്സിമം നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി, അപ്പോഴത്തേക്കാകും. പക്ഷെ ഞാനിത് രാത്രിയിലാണ് ഉണ്ടാക്കിയത്. ഞാൻ ഓവർനൈറ്റ് വെച്ചു. ഫ്രിഡ്ജിലാണ് വെച്ചത്, ഫ്രീസറിലൊന്നും വെക്കരുത്. ഫ്രീസറിൽ വെച്ചാൽ ഇത് ഫ്രോസൺ ആയി പോകും. നല്ല അടിപൊളി പുഡിങ്ങാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റോ ആ ഒരു ഫ്ലേവർ ഒന്നും വരുന്നില്ല, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഈസ്റ്റർ സമയത്തും അല്ലെങ്കിൽ നോമ്പ് കാലത്ത് ഇഫ്താറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇട്ട വീഡിയോ ആണ്, അപ്പോൾ അതിന് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാകും. ഇനി കണ്ടിന്യൂ ചെയ്ത് വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സാധിക്കട്ടെ ഇൻഷാ അല്ലാഹ്.